യും 10-ൻ്റെയും സുന്നത്തായ നോമ്പ് നമ്മളൊക്കെ അനുഷ്ഠിക്കാറുണ്ട്. ഇന്ന് 9 അല്ലെങ്കിൽ 10 എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണെങ്കിലും നമ്മളൊക്കെ നോമ്പുകാരാണ്. 9, 10 ദിവസങ്ങളിൻ്റെ മഹത്വവും പ്രാധാന്യവും ഖുതുബകളിലൂടെയും അല്ലാതെയും ഒക്കെ നമുക്കറിയാം. അതേസമയം പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു ജീവിത കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട സ്ട്രക്ചർ, ഇസ്ലാമിൻ്റെ ശരീഅത്ത്, ഇസ്ലാമിക സമൂഹത്തോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡിസിപ്ലിൻ, ഒരു മുഅ്മിൻ എന്ന അർത്ഥത്തിൽ, ഒരു ഈമാനുള്ള ഒരു മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ഈമാനിൻ്റെ ശക്തി എത്രമാത്രം ഉണ്ടാവണമെന്നും ആ ഈമാനിൻ്റെ സ്ട്രെങ്ത്തിൽ, ഈമാനിൻ്റെ ബലത്തിൽ ഞാൻ ജീവിക്കുന്ന എൻ്റെ ജീവിത ചുറ്റുപാട് എത്രമാത്രം സൗന്ദര്യമുള്ളതായിരിക്കണം എന്നുള്ളതാണ് ഈ ഫ്രെയിമിൻ്റെ, ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഫ്രെയിമിൻ്റെ ആകത്തുക. എന്ന് പറഞ്ഞാൽ ഞാനൊരു മനുഷ്യനാവണം, മനുഷ്യ സഹജമായ ഗുണങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാവണം, മനുഷ്യൻ്റെ ഗുണങ്ങൾക്കും മനുഷ്യൻ്റെ നിലവാരത്തിനും എതിരായ മൃഗീയമായ സ്വഭാവങ്ങളും ചിന്താഗതികളും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നീ തുടങ്ങുന്ന അടിസ്ഥാനപരമായ മനുഷ്യ ജീവിതത്തിൻ്റെ ജീവിത സങ്കല്പങ്ങളും ആശയങ്ങളുമാണ് ഇസ്ലാമിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യൻ, ഇൻസാൻ എന്നാണല്ലോ അറബിയിൽ മനുഷ്യന് പറയാം. ഇൻസാൻ എന്നുള്ള അറബി പദത്തിന്, അതിൻ്റെ മസ്ദർ, അത് എവിടുന്നാണ് വരുന്നത് എന്നുള്ളതിന് അറബി ഭാഷാ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. അതിലൊന്ന്, ഒരർത്ഥത്തിലുള്ള ഇൻസാൻ എന്ന പദത്തിന്റെ ഒരു വായന വളരെ കൗതുകമുള്ള ഒരു വായനയാണ്. എന്ന് പറഞ്ഞാൽ നസിയ എന്ന പദത്തിൽ നിന്നാണ്. നസിയ എന്ന് പറഞ്ഞാൽ മറക്കുക എന്നതിൻ്റെ അർത്ഥം. അപ്പൊ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മറവിയുള്ളവൻ എന്നും കൂടെ അതിന് അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യനായതുകൊണ്ട് തന്നെ നിരന്തരം മറക്കുന്നവനാണ് മനുഷ്യൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഫ്രെയിമും ഇസ്ലാമിന്റെ സ്ട്രക്ചറും നമ്മൾ മനസ്സിലാക്കുമ്പം, ആലോചിക്കുമ്പോൾ, അതിൻ്റെ ഇസ്ലാം മനഃപൂർവ്വം കാത്തു സൂക്ഷിക്കുന്ന ചില മാസങ്ങളിലും ചില ദിവസങ്ങളിലുമുള്ള പവിത്രതയും പ്രത്യേകതയും അതിൻ്റെ സൈക്കോളജി എന്താണ് എന്നുകൂടി നമുക്ക് മനസ്സിലാവും. ഇപ്പൊ തൊട്ട് മുമ്പാണല്ലോ ദുൽഹജ്ജ് കഴിഞ്ഞത്. ദുൽഹജ്ജ് 10 വരെയുള്ള പകലുകളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. റമദാനിന്റെ രാവ് കഴിഞ്ഞാൽ പകലുകളിൽ ഏറ്റവും മഹത്വമായ പകലുകളാണ് ദുൽഹജ്ജിന്റെ പകലുകൾ. അത് കഴിഞ്ഞ് ഒരു മാസത്തിനോട് അടുക്കുമ്പോൾ തന്നെ മുഹറം 9, 10 അല്ലെങ്കിൽ മുഹറം 1 എന്ന് പറയുന്ന ഒരു പുതുവത്സരം വന്നു. ആ പുതുവത്സരത്തിലൂടെ ഒരു വിശ്വാസിക്ക് കൊടുക്കേണ്ട, അല്ലെങ്കിൽ അവൻ സ്വീകരിക്കേണ്ട ഇസ്ലാമികപരമായിട്ടുള്ള സന്ദേശങ്ങൾ എന്താണ്, തീരുമാനങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങൾ ഒരു പക്ഷെ 1 മുതൽ ആലോചിക്കുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും ഒരു പുതുവത്സരത്തെ മനുഷ്യർ കാണുക ജീവിതത്തിന്റെ പുതിയ തീരുമാനങ്ങൾ എടുക്കാനും ജീവിതത്തിന്റെ പുതിയ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയിലൂടെയാണ് ഒരു പുതുവത്സരം തുടങ്ങുക. അതുകൊണ്ട് തന്നെ പുതുവത്സരത്തിന്റെ തലേ ദിവസം എന്ന് പറയുന്നത് ആഘോഷങ്ങളുടെ രാവുകളാണ്. പടക്കങ്ങൾ പൊട്ടിച്ചും മദ്യങ്ങൾ വിതരണം ചെയ്യും, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചും മനുഷ്യൻ ഭൗതികപരമായിട്ട് അവന്റെ എന്റർടൈൻമെന്റിനെ എങ്ങനെയാണോ അവന്റെ സ്വന്തം സ്കെയിൽ വെച്ചിട്ട് അവൻ വരക്കുന്നത്, ആ സ്കെയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു ആൻസർ ഉണ്ട്. ചില ആളുകൾക്ക് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ലഹരി ആയിരിക്കും. അപ്പൊ അവരതിനെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആഘോഷങ്ങളെ ആർഭാടങ്ങളാക്കി, ആ ആഘോഷങ്ങളെ ജീവിതത്തിന്റെ മെമ്മറീസ് ആക്കി അവരത് കീപ്പ് ചെയ്യും. പക്ഷെ മുഹറം എന്ന് പറയുന്ന 1447-ാമത്തെ വർഷം നമ്മളിലേക്ക് വന്നപ്പോൾ നമ്മൾ ആരും അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടില്ല. ആഘോഷിക്കണം എന്ന് നമ്മൾ ആലോചിച്ചിട്ടില്ല. ആഘോഷങ്ങൾ എങ്ങനെ ആവട്ടെ അത് വേറെ കാര്യം, പക്ഷെ ആഘോഷിക്കണം എന്ന് പോലും നമ്മൾ ആലോചിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? പുതിയൊരു വർഷം എന്നിലേക്ക് വരുമ്പോൾ, പുതിയൊരു വർഷത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുമ്പോൾ, ഒരു ഈമാനുള്ളവൻ എന്ന അർത്ഥത്തിൽ, വിശ്വാസി എന്ന നിലക്ക് ഞാൻ മനസ്സിലാക്കുന്നത്, എന്നെ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ പേര് പോലും ഉച്ചരിക്കാതെ മയ്യത്ത് എന്ന് മാത്രം ആളുകൾ വിളിച്ച്, അത് ഭാര്യ പോലും ഭർത്താവ് പോലും മക്കള് പോലും ഉമ്മ പോലും ബാപ്പ പോലും എൻ്റെ പേര് വിളിക്കാതെ മയ്യത്ത് എന്നുള്ള പ്രയോഗത്തിലൂടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരിക്കും. ഒരു ആംബുലൻസിൽ എൻ്റെ വീട്ടിൽ എൻ്റെ മയ്യത്ത് കൊണ്ടുവരും. എൻ്റെ വീട്ടിൽ ഞാൻ എപ്പോഴും അലങ്കാരത്തിന് വേണ്ടിയും കുട്ടികൾ കളിക്കാനും വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഒരു സെൻട്രൽ ഹാൾ ഉണ്ടല്ലോ, ആ സെൻട്രൽ ഹാള് അന്ന് മയ്യത്ത് വെക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് മാറും. ആ സ്പേസ് ആയതിനു ശേഷം എൻ്റെ വീട്ടുകാരും കുടുംബക്കാരും സൗഹൃദങ്ങളും അവിടെ വരും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ആളുകളൊക്കെ എനിക്ക് വേണ്ടി നിസ്കരിക്കും, എന്നെ മറമാടും, ആളുകളൊക്കെ പിരിഞ്ഞു പോകും. ഈ വരുന്ന ദിവസത്തിന് ഒരു വർഷം കൂടി അടുക്കുകയാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷത്തിന്റെയും ആരംഭം.
ഖുർആനികപരമായി അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുമ്പോഴും വായിക്കുമ്പോഴും കുറച്ചും മുമ്പോട്ടോട്ടെ കുറച്ച് ഖുർആനികപരമായി നമ്മൾ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് വായിക്കുമ്പോഴും ദിവസവും ഇതെന്റെ മെമ്മറിയിൽ, എൻ്റെ ഓർമ്മയിൽ വരുന്നൊരു സംഗതിയായിരിക്കണം എന്നുള്ളതാണ് വിശ്വാസിയെക്കുറിച്ച്. നമ്മൾ നേരത്തെ ഇസ്ലാമിന്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ അതിന്റെ ഫ്രെയിം അങ്ങനെയാണ് വരച്ചിട്ടുള്ളത്. ഓരോ ദിവസവും പ്രധാനപ്പെട്ടതാണ്, ഓരോ സെക്കൻഡും പ്രധാനപ്പെട്ടതാണ്, ഓരോ മിനിറ്റുകളും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന, ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു മൊമെന്റ് ആണ് ഇത്. എൻ്റെ വീട്ടിലെ സെൻട്രൽ ഹാളിൽ എൻ്റെ മയ്യത്ത് വെക്കുന്നു, എൻ്റെ കുട്ടികൾ ചുറ്റും ഇരുന്നുകൊണ്ട് ബാപ്പ എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഉമ്മ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയാതെ കരയുന്നു. നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ തൊട്ട് ദിവസം മുമ്പുണ്ടായ അനുഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്നു. ചില ആളുകൾ അവസാന നിമിഷം ഉണ്ടായ ചാറ്റുകളെ കുറിച്ചിട്ട് വായിക്കുന്നു. വേണ്ടപ്പെട്ട രക്തബന്ധുക്കളൊക്കെ അവസാന സമയത്ത് നടത്തിയ പേയ്മെന്റിനെ കുറിച്ചിട്ട് പറയുന്നു. ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു, എവിടുന്നെങ്കിലും കിട്ടാനുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു. നാളെ മുതൽ എൻ്റെ ഷോപ്പ് ആര് തുറക്കണം, അത് ആരാണ് നടത്തേണ്ടത്, അതിന്റെ വരവും ചെലവും മുതലും ഒക്കെ ആരാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഏട്ടനും അനിയന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. ഈ മൊമെന്റ് ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതോ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതോ ആയ ഈ മൊമെന്റ് ഓരോ ദിവസവും ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു വർഷത്തിലേക്ക് വരുമ്പം വാർഷികപരമായി നമ്മൾ ആലോചിക്കുന്ന ഫാമിലി ബഡ്ജറ്റിനെ കുറിച്ചും വാർഷികപരമായി നമ്മൾ ആലോചിക്കുന്ന നമ്മുടെ ബിസിനസിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കുന്നത് പോലെ വാർഷികപരമായിട്ട് നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്. ഞാനും എൻ്റെ കുടുംബവും ഒക്കെ ഇവിടുന്ന് പോകേണ്ടവരാണ്, അതിന്റെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളതാണ് ഒരു മുഅ്മിൻ എന്നുള്ള അർത്ഥത്തിൽ പുതുവത്സരത്തെ കുറിച്ചിട്ടും മുഹറം എന്ന് പറയുന്ന ഇസ്ലാമിക കലണ്ടറിന്റെ പുതിയൊരു വർഷാരംഭം എന്നുള്ള സമയത്ത് നമ്മൾ ആലോചിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞല്ലോ ഒട്ടനവധി കാര്യങ്ങൾ മുഹറമുമായി ബന്ധപ്പെട്ടുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാനുള്ള സമയമില്ല. വളരെ പ്രധാനപ്പെട്ട, നമ്മളൊക്കെ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട ചില സംഗതികൾ മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ഹിജ്റ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ, അതല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട, വളരെ മുഹൂർത്തമുള്ള, അതിലേറെ ആഘോഷിക്കപ്പെടേണ്ട ഒരു സമയമാണ്. എന്തുകൊണ്ടെന്നാല് സാധാരണഗതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ആരംഭം, അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ടാവും. അവിടുന്ന് വന്ന് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിക്കുന്നു. അതുവരെ അൽ അമീനായ ഒരാള് പിന്നെ ഒരു ഇസ്ലാമോഫോബിക്കിന്റെ ഒരു പ്രതീകമായിട്ട് അദ്ദേഹം മാറുന്നു. പിന്നീട് അങ്ങോട്ട് മുഹമ്മദ് എന്ന് കേൾക്കുന്ന പേരുകൾ ഭയപ്പെടുത്തുന്ന പേരുകളാകുന്നു. മുഹമ്മദിന്റെ കൂടെ കൂടരുത് എന്ന് 39 വയസ്സ് വരെ കൂടെ നടന്ന ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്ലാം, മുഹമ്മദ്, ഖുർആൻ എന്നുള്ളതൊക്കെ വളരെ പേടി ഉണ്ടാക്കുന്ന, ഭയം ഉണ്ടാക്കുന്ന, അതിനോട് അടുക്കരുത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ മക്കയിലെ മുശ്രിക്കുകൾ അവിടെ നന്നായിട്ട് PR വർക്ക് ചെയ്യുന്നു, മൗത്ത് പബ്ലിസിറ്റി നടത്തുന്നു. അയൽ രാജ്യങ്ങളിൽ അത്തരം സന്ദേശങ്ങൾ അയക്കാനുള്ള പൊളിറ്റിക്സ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മക്കയിലെ ഒരു ഫസ്റ്റ് ബേസ് എന്നുള്ള രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള അയൽവാസികളായ വീടുകൾ മുഴുവനും കയറിയിറങ്ങുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള തൗഹീദ് പ്രചരിപ്പിക്കുകയും ആ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ആളുകളെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ക്ഷണിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നല്ല ഒരു ഇമേജ് ഉണ്ടായ, നല്ലൊരു പേരും വിലാസവും നല്ലൊരു ആത്മാഭിമാനത്തോടു കൂടി മക്കയിലെ തെരുവിലൂടെ നടന്ന ആളുകൾക്കൊക്കെ വിശ്വസ്തനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആശയം, ഈ ആദർശം പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് മുതൽ, അതിൽ അടിയുറച്ചു നിൽക്കാൻ തുടങ്ങിയത് മുതൽ, അതിൽ നിന്ന് പിന്മാറില്ല എന്ന് അവിടുത്തെ മുശ്രിക്കുകൾക്ക് ബോധ്യമായത് മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പീഡനങ്ങൾക്ക് ഇരയാകാൻ തുടങ്ങാൻ, ആരോപണങ്ങൾക്ക് ഇരയാകാൻ തുടങ്ങാൻ, കള്ളപ്രചരണങ്ങൾക്ക് ഇരയാകാൻ തുടങ്ങാൻ, നാട് കടത്താൻ തീരുമാനിക്കപ്പെടാൻ. അതിനെ കുറിച്ചിട്ടുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം. അബൂജഹലും സംഘവും മക്കയിലെ ഒരു ആരും കാണാത്ത സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നു. വലിയൊരു ഡിസ്കഷൻ നടക്കാൻ, ക്ലോസ്ഡ് റൂമാണ്. ഞാൻ ചില പ്രയോഗങ്ങളൊക്കെ പറയുമ്പോൾ അതിന് നമുക്ക് ബന്ധമുള്ള കാലികമായ നമ്മൾ ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഈ ഖുറാനിന്റെയും പരിശുദ്ധ ഇസ്ലാമിന്റെ ഒക്കെ ഇതുപോലത്തെ സംഭവങ്ങളുടെ സന്ദേശം പറയുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സന്ദേശങ്ങൾ വ്യത്യസ്തമാണ്. പറയുന്ന എനിക്കുള്ള സന്ദേശവും കേൾക്കുന്ന നിങ്ങൾക്കുള്ള സന്ദേശവും. ഒരു പുസ്തകം വായിക്കുന്ന ഒരാൾക്ക് ഒരു പുസ്തകം 100 ആള് വായിക്കുമ്പോൾ അതിലൂടെ 100 തരത്തിലുള്ള പെർസ്പെക്റ്റീവുകളാണ് ആളുകൾ ചിന്തിക്കാൻ. എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പറയുന്ന വാക്കുകളിൽ എന്തെങ്കിലുമൊക്കെ ബന്ധം തോന്നുന്നുണ്ടെങ്കിൽ അത് പലർക്കും പല രീതിയിലും വ്യാഖ്യാനിക്കാനും ചിന്തിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. അതുകൊണ്ട് ഒരു ക്ലോസ്ഡ് മുറിയിൽ, ഒരു പൂട്ടിയിട്ട മുറിയിൽ അബൂജഹലും സംഘവും ചർച്ച ചെയ്യാൻ. എന്താണ് ചർച്ചാ വിഷയം? 3 തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അബൂജഹൽ എന്ന് പറയുന്ന ലീഡർ അവരുടെ അണികളെ വിളിച്ചിരുത്തിയിട്ട് 3 ഓപ്ഷൻസ് കൊടുക്കാൻ.
ഒന്നാമത്തെ ഓപ്ഷൻ, മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെ ജയിലിലടക്കുക, ബന്ധസ്ഥനാക്കി വെക്കുക. അപ്പൊ അവിടുന്ന് അണികളായ ആളുകൾ, മെമ്പേഴ്സ് അഭിപ്രായം പറയാൻ തുടങ്ങി. അങ്ങനെ ജയിലിലടക്കപ്പെട്ടാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു വിജയം നമുക്ക് കിട്ടൂല. മുഹമ്മദിനെ ജയിലിലടക്കപ്പെട്ടാൽ മുഹമ്മദിന്റെ അനുയായികൾ ഇവിടെ സമരം നടത്തും. മുഹമ്മദിന്റെ അനുയായികൾ ഇവിടെ ആൾക്കൂട്ടത്തെ കൊണ്ടുവന്നുകൊണ്ട് ശബ്ദങ്ങൾ ഉണ്ടാക്കും. അത് പക്ഷെ ഒരു യുദ്ധത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് മുഹമ്മദിനെ ജയിലിലടച്ചത് കൊണ്ട് കാര്യമില്ല എന്നവർ തീരുമാനിച്ചു. അപ്പൊ രണ്ടാമത് വന്ന ഒരു അഭിപ്രായം, ഏന്നപ്പോട്ടെ ജയിലിലടക്കണ്ട. രണ്ടാമത്തെ അഭിപ്രായം ഇവിടുന്ന് നാട് കടത്താന്നുള്ളതാണ്. അപ്പൊ നാട് കടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ചർച്ചയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഒബ്ജക്ഷൻ വരുന്നു, തീരുമാനം എടുക്കാൻ അബൂജഹൽ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് കൂട്ടത്തിൽ ഒരാൾ അഭിപ്രായം പറഞ്ഞത്, നാട് കടത്തിയാലുള്ള പ്രശ്നം നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരാശയവും മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന ഒരു ആശയവും, ഈ രണ്ട് ആശയങ്ങൾ തമ്മിലാണല്ലോ ഈ കോൺഫ്ലിക്റ്റ് നടക്കാൻ പോകുന്നത്. ഈ രണ്ട് ആശയങ്ങൾ തമ്മിലാണല്ലോ ഡിബേറ്റുകൾ നടക്കാൻ പോകുന്നത്. ഈ പറയുന്ന അബൂജഹലും സംഘത്തിനുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഡിബേറ്റുകളിൽ പറയാനുള്ള കാമ്പ് അല്ലെങ്കിൽ അതിനുള്ള ഒരു അക്കാഡമിക്കൽ സോഴ്സ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വാദമായി, അത് ഏതർത്ഥത്തിലും സയന്റിഫിക്കൽ ആയിക്കോട്ടെ, ഫിലോസഫിക്കൽ ആയിക്കോട്ടെ, അക്കാഡമിക്സിലായിക്കോട്ടെ, ഏതർത്ഥത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹയെ ചർച്ച ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തയ്യാറാണ്. അതാണ് അന്ന് റസൂൽ ഏറ്റെടുത്ത വലിയൊരു സധൈര്യം ഏറ്റെടുത്ത പ്രബോധനത്തിന്റെ ഏറ്റവും വലിയ മാതൃക. അതേസമയം ഡിഫെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് തിരിച്ചു പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടൊന്നും പറയാനില്ല. പിന്നെ പ്രശ്നം എന്താണ്? മുഹമ്മദ് ഇവിടെ വളരാൻ പാടില്ല, ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ഇവിടെ വളരാൻ പാടില്ല. വളർന്നാൽ എന്താ സംഭവിക്കാം? വളർന്നാൽ ഞാനും എന്റെ സംഘവും, അബൂജഹലും സംഘവും ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വതന്ത്രമായ ഒരു ജീവിത ശൈലി ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്തും ചെയ്യാം എന്ന് പറയുന്ന ഒരു ബാരിക്കേഡ്സും ഇല്ലാത്ത, ഒരർത്ഥത്തിലുള്ള സ്കെയിലുകളും ഇല്ലാത്ത, ഒരർത്ഥത്തിലുള്ള നോവും ഇല്ലാത്ത, എന്തിനും യെസ് ആണ്. അതേസമയം പടച്ചവൻ ദൈവം എന്ന് പറയുന്നത് അവരുടെ ആരാധനാലയങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നും. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പള്ളിക്കകത്ത് ചൊല്ലേണ്ട മന്ത്രത്തെ കുറിച്ചിട്ടല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അബൂജഹലിന്. മറിച്ച് അത് ജീവിതാണ്, അതൊരു പ്രത്യയശാസ്ത്രമാണ്, അതൊരു ഐഡിയോളജിയാണ്. അത് ഇവിടെ കാലാകാലം നിലനിന്നാൽ ഇവിടെ നിലനിന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അധർമ്മങ്ങളും ഇല്ലാതാവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് വളരാൻ പാടില്ല. അപ്പൊ ഇവിടുത്തെ അഭിപ്രായം നാട് കടത്തുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ നിന്നിട്ട് ഒരാൾ പറഞ്ഞൊരു അഭിപ്രായം, നാട് കടത്തിയാൽ മുഹമ്മദിന്റെ പ്രത്യയശാസ്ത്രം മറ്റൊരു രാജ്യത്തേക്ക് കടന്നുപോകും. കാരണം മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് ആളുകൾ മനസ്സിൽ ഇണങ്ങാൻ സാധ്യതയുണ്ട്. മുഹമ്മദ് നന്നായിട്ട് കവിത ചൊല്ലുന്ന ഒരാളാണ്. മുഹമ്മദിന്റെ കവിത കേട്ട് അറേബ്യൻ രാജ്യങ്ങളിലെ മറ്റു രാജ്യങ്ങളിൽ ഇസ്ലാം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. മുഹമ്മദ് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. മുഹമ്മദിന്റെ സ്വഭാവം, മുഹമ്മദിന്റെ ബിഹേവിയർ, മുഹമ്മദിന്റെ ക്യാരക്ടർ, മുഹമ്മദിന്റെ ചിരി, മുഹമ്മദിന്റെ നോട്ടം, മുഹമ്മദിന്റെ ചേർത്തുപിടിക്കൽ, മുഹമ്മദിന്റെ കൈൻഡ്നസ്, മുഹമ്മദിന്റെ കെയറിങ്, ഇതെല്ലാം ഇൻഫ്ലുവൻസ് ആണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയാൽ നമുക്കതിന്റെ ബാധ്യത കൂടെ ചെയ്യുള്ളൂ. അത് മറ്റുള്ള രാജ്യങ്ങളെയും അവിടുത്തെ രാജാക്കന്മാരെയും ഇൻഫ്ലുവൻസ് ചെയ്യാനും ഇസ്ലാം അവിടെ വളരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നാടും കടത്തണം. മൂന്നാമതൊരു അഭിപ്രായം, കൊന്നുകളയാണ്. ആ അഭിപ്രായത്തോട് എല്ലാവരും യോജിച്ചു. അബൂജഹൽ തീരുമാനിക്കുകയും ചെയ്തു, മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെ കൊന്നുകളയാണ്. അങ്ങനെ കൊന്നുകളയാൻ സഹായിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ വലിയ പ്രൈസ്, വലിയ വലിയ തുകകൾ പ്രഖ്യാപിക്കുകയും ഇവരിറങ്ങുകയും ചെയ്തു. ഈ സമയത്താണ് അള്ളാഹുവിന്റെ ഇടപെടൽ. ഞാൻ പറയുന്നത് ചരിത്രം നമുക്ക് അറിയുന്നത് കൊണ്ട് ചരിത്രം കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല. അതിലൂടെ നമുക്ക് കിട്ടേണ്ട ചില കാര്യങ്ങൾ മാത്രം പറയാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നീട് അങ്ങോട്ട് അള്ളാഹു സംരക്ഷിക്കുകയും മദീനയിലേക്ക് പലായനം ചെയ്യാൻ അള്ളാഹുവിന്റെ അനുവാദം കിട്ടുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പലായനം ചെയ്യുകയും ചെയ്യുന്ന ചരിത്രം. വഇദ് യംകുറു ബിക്കല്ലദീന കഫറു ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക. ഞാൻ ഇത്രയും നേരം പറഞ്ഞ സംഭവം പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. വഇദ് യംകുറു ബിക്കല്ലദീന കഫറു, കാഫിരീങ്ങളായ ആളുകൾ അവര് വല്ലാത്ത രീതിയിലുള്ള ഒരു പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്ലാനിങ്? ലിയുസ്ബിതൂക, ഒന്നെങ്കിൽ ജയിലിലടക്കുക, അല്ലെങ്കിൽ ഔ യുഖ്രിജൂക, അതല്ലെങ്കിൽ നാട് കടത്തുക, ഔ യഖ്തുലൂക, അതല്ലെങ്കിൽ കൊന്നുകളയാ. ഇത് അവരുടെ പ്ലാനിങ് ആണ്. അവർക്ക് പ്ലാൻ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അള്ളാഹു ചില ആയത്തുകളിൽ പറയാതെ പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ നന്നായിട്ട് പഠിക്കണം. കാഫിരീങ്ങളായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന അഷ്റഫുൽ ഖൽഖായ അള്ളാഹുവിന്റെ അടിമകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ അള്ളാഹുവിന്റെ റസൂൽ, ആ റസൂലിനെ സംരക്ഷിക്കുന്ന രൂപത്തെ കുറിച്ചിട്ട് അള്ളാഹു പറയാണ്. അവരിങ്ങനെ പ്ലാൻ ചെയ്യുന്നു. പക്ഷെ
വയംകുറൂന വയംകുറുള്ള. ഒരു ഭാഗത്ത് അവർ പ്ലാൻ ചെയ്യുന്നു, വയംകുറുള്ള മറുഭാഗത്ത് അള്ളാഹു പ്ലാൻ ചെയ്യുന്നു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. പ്ലാനേഴ്സിൽ ദ ബെസ്റ്റ് പ്ലാനർ അള്ളാഹുവാണ് എന്ന് അള്ളാഹു പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, അവിടെ നടന്ന സംഭവങ്ങൾ എന്താ? പിന്നീട് അങ്ങോട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് അങ്ങോട്ട് മദീനയിലേക്ക് പലായനം ചെയ്യുന്നു. ആ സമയത്താണ് സൗർ ഗുഹയിൽ ഒരു ദിവസം വ്യാപാർക്കുന്നത്. സൗർ ഗുഹയിൽ വ്യാപാർക്കുന്ന സമയത്താണ് പിന്നെ അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കൊണ്ടുവരുന്നത്. ഈ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. ഈ സമയത്ത് ശത്രുക്കൾ ഇവരെയും പരത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളുള്ള ആളുകളാണ്, എല്ലാ അർത്ഥത്തിലുള്ള പൊളിറ്റിക്സ് പവറുള്ള ആളുകളാണ്, ആയുധങ്ങളും കൂടുതലുള്ള ആളുകളാണ്, അംഗബലം കൂടുതലുള്ള ആളുകളാണ്, കൊട്ടാരങ്ങളും മുഴുവനും കീഴ്പ്പെടുത്തിയ ആളുകളാണ്. എന്നിട്ട് ആ യാത്രാ സംഘം പോകുന്ന സമയത്തും സൗർ ഗുഹയുടെ താഴ്ഭാഗത്തും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും റസൂലുള്ളാഹിയും മുകളിലേക്ക് നോക്കുമ്പം ശത്രുക്കളുടെ സൈന്യത്തിന്റെ ബൂട്ടിന്റെ സൗണ്ടും ആ ബൂട്ടിന്റെ കാലടയാളവും, ഞാൻ പറയുന്ന വാക്കുകളൊക്കെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള വാക്കുകളാണ്, ആ ബൂട്ടിന്റെ കാലടയാളവും കാൽപാദത്തിന്റെ അവർ പോയ വഴികളും പുറത്ത് അകത്ത് നിന്നുകൊണ്ട് സൗർ ഗുഹയിൽ നിന്ന് കാണുമ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറയുന്ന വാക്ക്, ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നമ്മുടെ പച്ചയായ ജീവിതത്തിൽ, ഞാൻ മാത്രം അറിയുന്ന എൻ്റെ ജീവിതത്തിൽ, നമ്മൾ മാത്രം അറിയുന്ന നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ എല്ലാ സമയങ്ങളിലും ഈ പറയുന്ന ഖുർആനിന്റെ ആയത്ത് നമ്മൾ എഴുതി വെക്കണം. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പേടിക്കാണ്. കാരണം ഒന്ന് താഴോട്ട് നോക്കിയാൽ എന്നെയും റസൂലിനെയും കാണും, കണ്ടാൽ ഉടൻ വധാണ്. വേറൊരു കോംപ്രമൈസിന് അവിടെ തയ്യാറല്ല. കാരണം അവരുടെ നേതാവിന്റെ ഉത്തരവാണ് മുഹമ്മദിനെ എവിടെ വെച്ച് കണ്ടാലും വെട്ടണം. അതുകൊണ്ട് തന്നെ നമ്മളെ കണ്ടാൽ വധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ വല്ലാഹു ഖൈറുൽ മാക്കിരീൻ എന്ന് അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹു ആണ് അവരെക്കാൾ ബെസ്റ്റ് പ്ലാനർ എന്ന് അള്ളാഹു പറഞ്ഞതുകൊണ്ട് അതിനുള്ള ഈമാനും അതിനുള്ള യഖീനും രണ്ടു പേർക്കും ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ട് അള്ളാഹു പറഞ്ഞാൽ പിന്നെ അതിന്റെയും അപ്പുറം ബയോളജിക്കലിയോ ശാസ്ത്രീയപരമായോ ജിയോഗ്രഫിക്കലോ ഭൂമിശാസ്ത്രപരമായിട്ട് ഇതിപ്പോ എങ്ങനെയാണ് ശത്രുക്കൾ ഇതിലേ പോകുമ്പോൾ നമ്മളെ കാണാനുള്ള സാധ്യതകൾ കൂടുതലാണല്ലോ. അതല്ല എങ്കിൽ പിന്നെ നമ്മുടെ യുക്തി വെച്ചിട്ട് നമ്മൾ ആലോചിക്കാൻ എല്ലാ അർത്ഥത്തിലും ശത്രുക്കൾ നമ്മളെ കാണാനുള്ള ഒരു സ്പേസിലാണ് നമ്മൾ ഉള്ളത്. എങ്ങനെയാണ് കാണാതിരിക്കുക എന്ന് പോലും ആലോചിക്കാതെ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും അബൂബക്കറെ. അതുകൊണ്ട് ലാ തഹ്സൻ, ഹുസ്ൻ എന്നുള്ള ഭാഷ ഭയങ്കര സൗന്ദര്യമുള്ള ഒരു അറബി ഭാഷയിലും പ്രയോഗമാണ് ഹുസ്ൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ മലയാള ഭാഷയിൽ പിന്നെ ഈ ഖൗഫ് ഹുസ്ൻ എന്നൊക്കെ ഖുർആൻ പല സ്ഥലത്തും ആവർത്തിച്ച് പറയുന്നുണ്ട്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ രണ്ട് കാര്യം ഉണ്ടാവില്ല, ഖൗഫ് ഉണ്ടാവില്ല, ഹുസ്നും ഉണ്ടാവില്ല. അപ്പൊ ഈ ഖൗഫും ഹുസ്നെ കുറിച്ചിട്ടൊക്കെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളും വളരെ സൗന്ദര്യമുള്ള ഭാഷാപ്രയോഗങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തിയ ഒന്നാണ് ഖൗഫും ഹുസ്നും എന്ന് പറഞ്ഞാല് വരാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് തീരെ ഇല്ലാത്തൊരു പേടി, വരാൻ പോകുന്ന നാളെ എന്താണ് എന്നതിനെ കുറിച്ചിട്ടുള്ള സീറോ ടെൻഷൻ. ഇപ്പൊ നമ്മളെല്ലാവരോടും ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, നാളെ എന്ന് പറയുന്ന ഒരു ദിവസത്തെ കുറിച്ചിട്ട് സീറോ ടെൻഷനിൽ നിൽക്കുന്ന എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ പോലും കൈവയ്ക്കില്ല. കാരണം അത്ര കോൺഫിഡൻസോട് കൂടി ജീവിക്കുന്ന, അല്ലെങ്കിൽ ആ പ്രത്യാശാസ്ത്രത്തെ ഉൾക്കൊണ്ടത് കൊണ്ട്, ഈമാൻ മനസ്സിൽ ഉറച്ചത് കൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആ ഒരു വിശ്വാസം സ്വീകരിക്കാൻ അവരെ കൊണ്ട് സാധിച്ചു എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞത് അവരെ കുറിച്ചിട്ടുള്ള ചരിത്രം വായിക്കാനും പഠിക്കാനും ഇതുപോലെ പ്രസംഗിക്കാനും വേണ്ടി മാത്രമല്ല, മറിച്ച് എന്നോട് പറഞ്ഞതാണ്, എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ ഞാൻ അത് പടച്ചവന്റെ മുന്നിൽ പരിപൂർണമായിട്ടും സമർപ്പിച്ചാൽ വല്ലാഹു ഖൈറുൽ മാക്കിരീൻ എന്ന ഖുർആനിന്റെ ഭാഷാ പ്രയോഗത്തെയും ഖുർആനിന്റെ അർത്ഥങ്ങളെയും ഞാൻ മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു എന്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ ബരമേൽപ്പിച്ചതിന് കൊണ്ട് വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ബരമേൽപ്പിച്ചാൽ പിന്നെ മറ്റൊരു ഭൗതികപരമായ ചിന്തകൾ കൊണ്ടും അതിനെ തോൽപ്പിക്കാൻ സാധിക്കരുത് എന്നൊരു ഈമാനാണ് പ്രിയപ്പെട്ടവരെ അതിലൂടെ നമുക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് മുഹറത്തിന്റെ വളരെ ബേസിക് ആയിട്ട് നമ്മൾ ഒരു വർഷത്തിൽ നിന്ന് മറ്റൊരു വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് വളരെ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അതേസമയം ഹിജറ നടന്നത് മുഹറം മാസത്തിലല്ല, ഹിജറ നടന്നത് സഫറിലാണ്. പക്ഷേ ഹിജറ കലണ്ടറിനെ മുഹറം ഒന്നുമായി ബന്ധപ്പെടുത്തി പണ്ഡിതന്മാരും ഇസ്ലാമിക ശരീഅത്തും പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ഒരു വർഷത്തിന്റെ ആരംഭം എന്നുള്ള അർത്ഥത്തിൽ മുഹറത്തിനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി അതാണ്. മൂന്നാമത് മുഹറവുമായി ബന്ധപ്പെട്ട് പിന്നെ നമ്മൾ സംസാരിക്കാറുള്ളത് മുഹറം 9ഉം 10ഉമാണ്.
10ാമത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. മുഹറം 10ന്റെ പ്രത്യേകതയെ കുറിച്ചിട്ട് ഇവിടെ സ്വാഗത ഭാഷണത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ച പ്രവാചകനാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ കുറിച്ചിട്ട് എന്തിനായിരിക്കും ഇത്രയധികം തവണ പരാമർശിച്ചത്? സൂറ ബഖറ തുടങ്ങുമ്പോൾ ഒരാൾ ഖുർആൻ ഖത്തം എടുക്കാൻ വേണ്ടി ഇരുന്നാല് റമദാനിലൊക്കെ 1 മുതൽ 30 വരെ ഖുർആൻ മുഴുവനായിട്ടും പാരായണം ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പൊ 1 മുതൽ അവസാനം വരെ ഓതി തീർക്കുമ്പോ എത്ര മൂസയാ? സൂറ ബഖറയിൽ നിന്ന് തുടങ്ങുന്നുണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം. മൂസ എന്ന് തുടങ്ങുന്നത് മുതൽ ഇങ്ങനെ പറയണം. പിന്നെ അങ്ങോട്ട് ഫുള്ള് മൂസ തന്നെയാണ്. സൂറ ഖസസിലേക്ക് വരുമ്പോഴും സൂറ അൻആമിലേക്ക് വരുമ്പോഴും സൂറ ആൽ ഇമ്രാനിലേക്ക് വരുമ്പോഴും അങ്ങനെ ഇങ്ങോട്ട് പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചിലം അതും പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയാണ്. ഹജർ ബഹർ 3ഉം 4ഉം തവണ ഇങ്ങനെ ആവർത്തിച്ചിട്ട് പറയാണ്. ഫറോവയെ കുറിച്ചിട്ട് അവിടുന്ന് തുടങ്ങിയ ഫറോവ ചർച്ച അവസാനിക്കുന്നത് സൂറ നാസിയാത്തിലാണ്. പിന്നെ എന്ന് പറയുന്ന ആയത്തിലാണ് പിന്നെ അങ്ങോട്ട് ഫറോവയെ കുറിച്ചിട്ടുള്ള ചർച്ച അവസാനിക്കുന്നത്. അതുവരെ ഫറോവയെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, എന്ത് ആയിരിക്കും ഒരുപാട് പ്രവാചകന്മാരെ ഇതുപോലെ പറയുന്നത് 2 കാര്യങ്ങൾക്കായിരിക്കും അള്ളാഹു ഒരു പ്രവാചകനെ ഭൂമിയിലേക്ക് നിയോഗിക്കുന്നത്. അതിലൊന്ന് ഒരു സംശയമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. 2ാമത്തെ കാര്യം ഓരോ പ്രവാചകന്മാർക്കും വ്യത്യസ്തമായിരിക്കും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഉണ്ടായ ദൗത്യമായിരിക്കില്ല, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഉണ്ടായ ദൗത്യമായിരിക്കില്ല, ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഉണ്ടായ ദൗത്യമായിരിക്കില്ല. പിന്നീട് അങ്ങോട്ട് യാക്കൂബിലേക്കും ഇസ്മായിലിലേക്കും ഇബ്രാഹിമിലേക്കും മൂസയിലേക്കും ഈസയിലേക്കും വരുമുണ്ടായ എന്ന് പറഞ്ഞാല് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 2ാമത്തെ പ്രവാചക ദൗത്യമായിട്ട് ഖുർആൻ പറഞ്ഞത് അൻ അദ്ദു ഇലയ്യ ഇബാദല്ലാഹ് അൻ അബ്ബത്ത ബനി ഇസ്രായേൽ എന്നാണ്. അൻ അബ്ബത്ത ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ബനി ഇസ്രായേൽ സമൂഹത്തെ ഫറോവ എന്ന് പറയുന്ന സാമ്രാജ്യത്വ രാജാവ്, ഫറോവ എന്ന് പറയുന്ന മുതലാളിത്ത രാജാവ്, ഫറോവ എന്ന് പറയുന്ന പിന്നെ മനുഷ്യത്വരഹിതമായി രാജ്യത്ത് ഭരണം നടത്തിയ പിന്നെ വലിയ രാജാക്കന്മാരിൽപ്പെട്ട ഒരു രാജാവ്. ആ രാജാവിന്റെ കീഴിൽ അടിമകളായി ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരെ ഒരു കണ്ടീഷനും ഇല്ലാതെ മോചിപ്പിക്കുക എന്നുള്ളതാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 2ാമത്തെ ദൗത്യം. പ്രിയപ്പെട്ടവർ, നമ്മൾ ആലോചിക്കണം, ഒരു പ്രവാചകന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ദൗത്യമായിട്ട് അള്ളാഹു പറയുന്നത് അടിച്ചമർത്തപ്പെടുന്ന ഒരു ജനവിഭാഗത്തെ കൈപിടിച്ച് കരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ട ഒരു മനുഷ്യൻ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല എന്ന് നമുക്ക് തിരിച്ചറിവ് വന്നാൽ, നമ്മൾ അങ്ങനെ കാണേണ്ടി വന്നാൽ, അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ പോരാടാനുള്ള സന്ദേശമാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദൗത്യത്തിലൂടെ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത്. അത് ആരും അതിൽ നിന്ന് ഇവല്ല. നേരത്തെ ഇവിടെ അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ കുന്തും ഖൈറ ഉമ്മ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ മാത്രമല്ല, അതിനുശേഷമുള്ള പ്രവാചകന്റെ ഉമ്മത്തിലെ ഓരോ മനുഷ്യനും അതിന് ബാധകമാണ്. എന്ന് പറഞ്ഞാല് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനവും ആ ജനിക്കുന്ന സമയത്തുണ്ടായ ഒരു ഭീകരാന്തരീക്ഷവും ജനനത്തിന് ശേഷമുള്ള അത്ഭുതകരമായ ബാല്യമൊക്കെ നമുക്ക് ചരിത്രത്തിലൂടെ ഖുർആന്റെ ഭാഷയിലൂടെ ഒക്കെ നമുക്കറിയാം. ആൺകുഞ്ഞുങ്ങളെ അറുകൊല ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ ഭയന്നുകൊണ്ട് പ്രസവിച്ച മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ വാസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ ഇൻ കാദത് ലതുബ്ദി ബിഹി ലൗല അർബത്ന അലാ ഖൽബിഹാ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ പേടിച്ചിട്ടാണ് പ്രസവിക്കുന്നത്. പ്രസവിച്ച ഉടനെ മനസ്സിലായി, കരച്ചിലിന്റെ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി ഉമ്മക്ക് ഇത് ആൺകുഞ്ഞാണ്. ആൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോ പിന്നെ ബേജാറ് കൂടി. ആ നാട്ടിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഫറോവ എന്ന് പറയുന്ന ഒരു മിലിറ്ററിയിലെ എല്ലാ സൈന്യങ്ങളെയും ഇവിടുത്തെ ഗ്രാമങ്ങളിലേക്ക് അയച്ച് ഗ്രാമങ്ങളിലെ ചെറിയ ചെറിയ ഹട്ടുകളിൽ ഏതെങ്കിലും ഒരു സ്ത്രീ പ്രസവിക്കുന്നുണ്ടോ എന്ന് നിരന്തരം ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ അയച്ചു. അവരുടെ ഒബ്സർവേഷൻ എല്ലാ സമയത്തും നടന്നുകൊണ്ടേയിരിക്കും. എങ്ങാനും ആ വീട്ടിൽ നിന്ന് ആൺകുഞ്ഞ് പ്രസവിച്ചതിന്റെ കരച്ചിൽ കേട്ടാൽ ഉടനെ ആ മാതാവിന്റെ ഗർഭപാത്രത്തിനോട് ചേർത്ത് വെച്ച് മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഉമ്മാന്റെ മടിയിൽ നിന്ന് കുട്ടിയെ തറിച്ചു വാങ്ങുകയും അവിടുന്ന് തന്നെ വെടിവെച്ചു കൊല്ലുകയും ചെയ്യുന്ന സമ്പ്രദായം നാട്ടിൽ നിരന്തരം നടക്കാൻ തുടങ്ങി. ഗസക്കാരെ സംബന്ധിച്ചിടത്തോളം 75 കൊല്ലം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. 75 വർഷമായി എന്ന് പറഞ്ഞാല് എന്റെ ബാപ്പയും എന്റെ ഉമ്മയും ചെറുപ്പത്തിൽ, അവരുടെ ബാപ്പയും അവരുടെ ഉമ്മയും ചെറുപ്പത്തിൽ കണ്ട രംഗാണ് ഇന്നത്തെ മക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിസൈലുകളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയിട്ട് 75 വർഷമായി. ഉമ്മാന്റെ മടിയിൽ നിന്ന് കുട്ടിയെ വളരെ ക്രൂരമായി കൊന്നൊടുക്കുന്ന രംഗം കാണാൻ തുടങ്ങിയിട്ട് 75 വർഷമായി. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയിൽ നിന്നും കയ്യിൽ നിന്നും കുട്ടിയെ വാങ്ങുന്ന ഒരു രംഗം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുക.
അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ അതും പയന്നിട്ട് ഇരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഇടപെടൽ, അല്ലെങ്കിൽ അള്ളാഹു നമ്മളോട് സംസാരിക്കുന്ന സംസാരത്തിന്റെ ഭാഷ എത്ര കട്ടിയുള്ള ഭാഷയാണെന്ന് മനസ്സിലാകുന്നത്. വഅസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ ഇൻ കാദത് ലതുബ്ദി ബിഹി ലൗലാ അർറബത്നാ അലാ ഖൽബിഹാ. കഴിഞ്ഞ ഖുതുബയിൽ എനിക്ക് സൂചിപ്പിച്ചിരുന്നു, റബത എന്ന് പറയുന്ന ഒരു പ്രയോഗം അതിഭയങ്കരമായ പ്രയോഗമാണ്. റബത എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അതിശക്തമായ കാറ്റിൽ പോലും ആടാതെ അനങ്ങാതെ കുലുങ്ങാതെ ഉറച്ചു നിൽക്കുന്നതിനാണ് അറബിയിലെ റബത്ത എന്ന് പറഞ്ഞത്. അപ്പം പിന്നെ വഅസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ എന്നൊക്കെ പറഞ്ഞിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹൃദയത്തിൽ അള്ളാഹു റബത്തിട്ട് കൊടുത്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്ഥൈര്യം ഇട്ട് കൊടുത്തു, ധൈര്യം ഇട്ട് കൊടുത്തു. ഇല്ല, ഈ കുഞ്ഞിനെ ഇവിടുത്തെ സൈന്യങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നുള്ള അടിയുറച്ച വിശ്വാസം പ്രസവിച്ച ഉടനെയുള്ള ഒരു സ്ത്രീയുടെ മനസ്സിൽ അള്ളാഹു ഇട്ടുകൊടുത്തപ്പോ പിന്നീട് അങ്ങോട്ട് സംഭവിച്ചത് എന്താ? ഏതൊരു മിലിറ്ററി സിസ്റ്റം ആണോ ഈ കുഞ്ഞുങ്ങളെ അറുകൊല ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ ഇട്ടത്, ആ മിലിറ്ററി സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ഹെഡ്ക്വാർട്ടറായ ഫറോവയുടെ കൊട്ടാരത്തിൽ ഈ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വളരുകയാണ്. ഒരു കുഞ്ഞു വളരുമ്പോൾ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാകുന്ന പ്രതിസന്ധി മുലയൂട്ടലാണ്. എന്നാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആ പ്രതിസന്ധി ഉണ്ടായില്ല. അള്ളാഹുവിന്റെ തീരുമാനം സ്വന്തം ഉമ്മ തന്നെ മുലയൂട്ടും എന്നുള്ളതാണ്. അള്ളാഹിന്റെ തീരുമാനത്തിൽ ഉമ്മ കൊട്ടാരത്തിൽ എത്തുന്നു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ മുലയൂട്ടുന്നു. പിന്നീട് അങ്ങോട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ബാല്യവും യൗവനവും ആ കൊട്ടാരത്തിൽ വളരുന്നു. ഇതൊക്കെ നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിട്ട് ആലോചിച്ചാൽ ഈ റബത്ത എന്ന് പറയുന്ന നമ്മുടെ ഹൃദയത്തിൽ ഇത് ഏതാ കാറ്റഗറി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈമാൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ആ ഈമാൻ എന്ന് പറയുന്ന കാറ്റഗറി നമ്മളെങ്ങനെ അളക്കുക? നമസ്കാരത്തിൽ ഖുശൂഉം തഖ്വയും ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒരു വിലയിരുത്താറുണ്ട്, അത്യാവശ്യം ഈമാൻ എനിക്കുണ്ട്. എന്തെങ്കിലും ഒരു തിന്മ ചെയ്യാൻ തോന്നി, ആ തിന്മയിൽ നിന്നും പിന്മാറാനുള്ള മനക്കരുത്ത് എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുക, അത്യാവശ്യം ഈമാൻ എനിക്കുണ്ട്. പലിശയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൽ ഇടപെടാനുള്ള എല്ലാ ഫ്രീ ആക്സസും എന്റെ മുന്നിൽ ഉണ്ടായിട്ടും ഞാൻ അതിനോട് നോ പറയാൻ ഞാൻ എന്റെ മനസ്സിൽ മാത്രം ചിന്തിച്ച ഹറാമല്ലേ എന്നൊരു ചിന്തയിൽ നിന്നാണ് നോ പറഞ്ഞതെങ്കിൽ അതിൽ നിന്ന് ഞാൻ എന്നെ തന്നെ വിലയിരുത്തും, എനിക്കൊരല്പം ഈമാനുണ്ട്. പ്രിയപ്പെട്ട, ഇത് ഈമാനിന്റെ കാര്യമല്ല. ഇപ്പം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ തീ തണുപ്പായത് ഈമാനുള്ളതുകൊണ്ടല്ല. അല്ല, ഈമാൻ യസീദ് വയൻഖുസ്, ഈമാൻ കുറയുകയും കൂടുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത് നിസ്കരിക്കുന്ന സമയത്തുണ്ടായ ഈമാൻ ചിലപ്പോൾ സലാം വീട്ടിൽ കിട്ടണമെന്നില്ല. ഇതുപോലെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഈമാൻ ഈ സമയത്തിന് ശേഷം പുറത്തിറങ്ങിയാൽ ഒരു പക്ഷെ ഉണ്ടാവണം എന്നില്ല. അതേസമയം ഇത് ഈമാന് കൂടി കടന്ന് യഖീൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതിൽ ഉറപ്പാണ്. ഇപ്പൊ വടി നിരത്തിടുമ്പം പാമ്പാകും എന്നുള്ളത് ഈമാനല്ല, അത് സീറോ സംശയമുള്ള ഒരു സാധനം, ഉറപ്പാണ്. അതുകൊണ്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വടി പാമ്പായത്. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തീ തണുപ്പായത്. യഖീനാണ്. ഈ യഖീൻ എന്ന് പറയുന്ന കാറ്റഗറിക്ക് കുറച്ചും കൂടി മേലിൽ എന്തെങ്കിലും വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെക്കേണ്ട ഒരു പ്രയോഗമാണ് റബത്ത എന്ന് പറഞ്ഞാൽ. അത് ഒരു അർത്ഥത്തിലും ചാഞ്ചാടാനുള്ള ഒരു സാധ്യതയില്ല. അത് ലോകരാഷ്ട്രങ്ങൾ എല്ലാവരും ഒരുമിച്ചാലും ശരി, ഇസ്രായേലിന്റെ കൂടെ അമേരിക്ക കൂടെ നിന്നാലും ശരി, നമ്മളൊക്കെ ഒരുമിച്ച് കൂടെ നമ്മുടെ കൂടെ നിൽക്കും എന്ന് വിചാരിച്ച ആളുകളൊക്കെ നമ്മളെ തള്ളിക്കളഞ്ഞാലും ശരി, ഗസയുടെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ ആളുകളും നമ്മളെ വേട്ടയാടുന്ന കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകൾ വെപ്പൺസ് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് കോടിക്കണക്കിന് ഡോളേഴ്സ് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ചെറിയൊരു കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള ഗസ എന്നുള്ള പ്രദേശത്തെ ആളുകൾ മിസൈലുകൾക്കും വെടിയുണ്ടകൾക്കും സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ആ റബത്ത എന്ന് പറയുന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവിന്റെ ഹൃദയത്തിലുണ്ടായ വിശ്വാസത്തിന്റെ കടുപ്പം അത് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് പോലും ഉണ്ട് എന്നുള്ളതാണ് അവര് നമുക്ക് തരുന്നൊരു സന്ദേശം. അത് ഈ സമയത്ത് വായിക്കുമ്പം അതിന് വലിയ പ്രസക്തി ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചാല് ഫറോവ എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയായ ഭരണാധികാരി പിന്നീട് അങ്ങോട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് നാട് കടക്കുന്നതും പിന്നീട് ഈജിപ്തിലേക്ക് തിരിച്ചു വരുന്നതും ഒക്കെ ആയുള്ള ചരിത്രം നമുക്കറിയാം. തിരിച്ചു വന്നതിന് ശേഷം ഫറോവയുമായിട്ടുള്ള നേരിട്ടുള്ള സംഭാഷണത്തെ കുറിച്ചിട്ട് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ ഫറോവയിലേക്ക് അയക്കുന്നു. അങ്ങനെ അയക്കുന്ന സമയത്ത് ഒരു വിക്ക് നാവിന് ചെറിയ പ്രശ്നമുള്ള മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സഹോദരൻ ഹാറൂൻ നബിയെയും കൂടെ കൂട്ടാൻ വേണ്ടി ചോദിക്കുന്നു. സൂറ ഖസസിലും സൂറ ത്വാഹയിലൊക്കെ അത് വിശദീകരിക്കുന്നുണ്ട്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹു, ഞാൻ ഇന്ന് ഈ നാട്ടിലെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയെ കാണാൻ പോവാണ്. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ എന്ന് അള്ളാഹു പറഞ്ഞതാണ്. മൂസ, നീ ഫിർഔനിലേക്ക് പോകുക, ഇന്നഹു തഗാ, അവൻ ഏറ്റവും വലിയ അക്രമിയാണ്, അതുകൊണ്ട് അവന്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുക.
അങ്ങനെ പോയിട്ട് സംസാരിച്ചു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂനും സംസാരിച്ചു. പിന്നീട് അങ്ങോട്ട് ഇവർ തമ്മിൽ നടക്കുന്ന മത്സരങ്ങൾ ആളുകളുടെ സോഷ്യോളജി മനസ്സിലാക്കി, ആളുകളുടെ സാമൂഹിക അവസ്ഥകൾ മനസ്സിലാക്കിയിട്ടായിരിക്കണം ഓരോ പ്രബോധകരും ആ നാട്ടിൽ പ്രബോധനം ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാ പ്രവാചകന്മാരുടെയും ജീവിതം നമ്മൾ പഠിച്ചതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അന്നത്തെ ഏറ്റവും ട്രെൻഡിങ്, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മളെ ഭാഷയിൽ പറഞ്ഞാല് ഇപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ഒരു പ്രവാചകൻ വന്നാൽ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യാൻ നമ്മള് വളരെ കുസൃതിയുള്ളൊരു ചിന്ത കൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ, ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ആക്സസ് കിട്ടുന്ന രീതിയിൽ ആളുകൾ പ്രബോധനം ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്ന് പറഞ്ഞതുപോലെ അന്ന് ജനങ്ങളുടെ ഹൃദയം കിട്ടണമെങ്കിൽ, ജനങ്ങളുടെ മനസ്സ് കിട്ടണമെങ്കിൽ അത്യാവശ്യം മജീഷ്യൻ അറിയണം, മാന്ത്രികത കുറച്ചുകൂടി അറിഞ്ഞാൽ മാത്രമേ ഫറോവിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമ് കൊടുത്ത മോചിതത്വം അർത്ഥത്തിലാണ്. അവസാനം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, അതിനിടയിൽ വിവാഹം നടക്കുന്നുണ്ട്, കുടുംബജീവിതം നടക്കുന്നുണ്ട്, ഇതൊക്കെ പറയാനുള്ള ഒരു സമയമില്ല എന്ന് എനിക്കറിയാം. അവസാന സമയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ മുഹറം 10 ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നത്. അവസാന സമയം നേരത്തെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ ചിന്തിക്കാത്തതുപോലെ ആ ഉമ്മാക്ക് പറന്ന മോൻ, ഇവിടൊക്കെ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ സമയമില്ല. ആ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വളർന്ന് ജനിച്ച മകനായതുകൊണ്ട് തന്നെ ഒരു സമയം വന്നപ്പം ഫറോവ എന്ന് പറയുന്ന ആ നാട്ടിലെ രാജാവും സൈന്യവും തന്റെ പുറകെ ഓടി വരുന്നുണ്ടെന്നും എന്റെ മുന്നിലിരിക്കുന്നത് വിശാലമായ ഒരു കടലാണെന്നുള്ളതും ഒരർത്ഥത്തിലും ഭൗതികപരമായി ചിന്തിച്ചാൽ എനിക്ക് രക്ഷയില്ല എന്ന് സാധാരണ ഒരു മനുഷ്യൻ തീരുമാനിക്കുന്ന ഒരു സ്പേസിൽ, ഒരു സ്ഥലത്ത് വ്യത്യസ്ത അവസരങ്ങൾ ഉണ്ടാകാൻ, നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോയി എന്ന് തോന്നുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ വിദ്യാഭ്യാസ രംഗത്തും ജോലിയുമായി ബന്ധപ്പെട്ട്, വിവാഹവുമായി ബന്ധപ്പെട്ട്, വിവാഹത്തിന് ശേഷമുള്ള ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ട്, എന്തോ ആവട്ടെ, ഏതോ അർത്ഥത്തിൽ ഒരു സ്റ്റോപ്പ് വന്നാൽ ഇനി അങ്ങോട്ട് എനിക്ക് വടികളില്ല എന്ന് ആലോചിക്കുന്ന ആളുകളോട് അള്ളാഹു പറയുന്നു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങാനും നമ്മളെ പോലെ ആലോചിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാം? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആലോചിച്ചത് എന്ന് ഖുർആൻ പറഞ്ഞ പ്രയോഗം. അള്ളാഹു പറഞ്ഞു, നിന്റെ കയ്യിലുള്ള വടി ആടിനെ മേയ്ക്കാനും നെൽത്തട്ടം പാമ്പാകാനും മാത്രമുള്ളതല്ല, ആ വടിയിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. അതുകൊണ്ട് ആ വടി കൊണ്ട് നീ ആ ബഹറിലേക്ക് അടിക്കുക എന്ന് പറഞ്ഞപ്പം അടിക്കുകയും അവിടെ വടികൾ തുറക്കുകയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വളരെ സുന്ദരമായി രക്ഷപ്പെടുകയും ഫറോവയും സൈന്യവും അവിടെ ചെങ്കടലിൽ നശിക്കുകയും ചെയ്ത ചരിത്രം മുഹറം 10 സമയത്ത് വർഷങ്ങൾക്കും നൂറ്റാണ്ടുകൾക്ക് ശേഷം നമ്മൾ ഇന്ന് ഒരുമിച്ചുകൂടി പരിശുദ്ധ ഖുർആനിനെ സാക്ഷിയാക്കി ഈ അർത്ഥത്തിലുള്ള ചരിത്രങ്ങൾ പറയുമ്പം കേവലം ചരിത്രം വായിക്കാൻ വേണ്ടിയിട്ട് ഖുർആനിൽ ഒരു ചരിത്രവും പറഞ്ഞിട്ടില്ല, കേവലം ശാസ്ത്രം പഠിക്കാൻ വേണ്ടിയിട്ട് ഖുർആനിൽ ഒരു ശാസ്ത്രവും പറഞ്ഞിട്ടില്ല, കേവലം പ്രവാചകനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഖുർആനിൽ ഒരു പ്രവാചകനെയും പരിചയപ്പെടുത്തി തന്നിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ അത് പറഞ്ഞോ, അത് എന്റെ ജീവിതത്തിലുള്ളതാണ്. എന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകൻ വരിക എന്ന് ചിന്തിക്കാൻ മാത്രം ഉള്ള എന്തെങ്കിലും കഥകളല്ല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടാവുക, മറിച്ച് അത് എക്കാലത്തും പ്രസക്തമാണ്. പ്രിയപ്പെട്ടവര്, അതിനുശേഷമുള്ള ലോക ചരിത്രങ്ങളെ കുറിച്ചിട്ട് നമ്മളൊന്ന് വായിച്ചു നോക്കൂ. ഫറോവന്റെ അതേ ഐഡിയോളജി പകർത്തിയെടുത്തുകൊണ്ട് രാഷ്ട്രം ഭരിച്ച, ലോകരാജ്യങ്ങൾ ഭരിച്ച എത്ര രാജാക്കന്മാരാണ്. ഹിറ്റ്ലർ മുതൽ ഇങ്ങോട്ട്, ഹിറ്റ്ലറിന്റെ നാസിസവും അതിനുശേഷമുള്ള ഫാഷിസവും, അതുമായി ബന്ധപ്പെട്ട എത്ര രാജാക്കന്മാരും എത്ര നാടുമാണ്, എത്ര ലക്ഷം മനുഷ്യരാണ് കത്തിച്ചാമ്പലായത്. സൂറത്തുൽ ഖസസിന്റെ 3-ാമത്തെ ആയത്തിൽ പറയുന്നില്ലേ, ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅൻ യസ്തളഇഫു ത്വായിഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹ്യി നിസാഅഹും. എന്തായിരുന്നു ഫറോവയുടെ ഐഡിയോളജി? ഫറോവന്റെ ഐഡിയോളജി നിങ്ങളെ തമ്മിൽ തല്ലുക, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മതം പറഞ്ഞിട്ട് തമ്മിൽ തല്ലണം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിയും വർഗവും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലണം, നിറം പറഞ്ഞിട്ട് കൊണ്ട് നിങ്ങൾ ഡൈവേർട്ട് ആയിക്കൊണ്ടിരിക്കണം, രാഷ്ട്രങ്ങൾ തമ്മിൽ ഡൈവേർട്ട് ആകണം, ഒരു കമ്മ്യൂണിറ്റി ഡൈവേർട്ട് ആകണം, മതത്തിന്റെ ഉള്ളിലുള്ള സംഘടനകൾ ഡൈവേർട്ട് ആവണം. നിങ്ങളുടെ പേരുകൊണ്ട്, നിങ്ങളുടെ നിറം കൊണ്ട്, നിങ്ങളുടെ ഭാഷ കൊണ്ട്, നിങ്ങളുടെ സംസ്കാരം കൊണ്ട്, നിങ്ങളുടെ ജാതിയും നിങ്ങളുടെ മതവും കൊണ്ട് നിങ്ങളൊക്കെ വേർതിരിക്കണം എന്നുള്ളത് ഫറോവന്റെ ഐഡിയോളജിയാണ്. അതിങ്ങോട്ട് ഹിറ്റ്ലറും ബാധിച്ചിട്ടുണ്ട്, അതിങ്ങോട്ട് ഫാഷിസവും ബാധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യമായ ഇന്ത്യയും അത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 2002 ഗുജറാത്ത് കലാപം നമ്മൾ ആരും മറന്നിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ വായിച്ചതായിട്ട് നമ്മളൊക്കെ ഓർക്കുന്നുണ്ടാവും. പിഞ്ചു കുഞ്ഞുങ്ങളെ അറുകൊല ചെയ്യുന്നു എന്ന് ഖുർആൻ പറയുമ്പം യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹ്യി നിസാഅഹും എന്ന് ഖുർആൻ ഓതി വെക്കുമ്പം എന്തുകൊണ്ടാണ് യുദബ്ബിഹു അബ്നാഅഹും എന്ന് പറയുന്ന സൂറത്തുൽ ഖസസിന്റെ ആയത്ത് ഓതുന്ന സമയത്ത്
ഒരു 5 മിനിറ്റ് നേരം ആ ഖുർആൻ ഒന്ന് പൂട്ടി വെച്ചുകൊണ്ട് നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ഉമ്മത്തിലെ ഓരോ മനുഷ്യനും ഈ രാജ്യത്ത് അനുഭവിക്കുന്ന പ്രതിസന്ധിയെ കുറിച്ചിട്ട് നമുക്ക് ആലോചിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ ഇതുപോലത്തെ ഒരു രാജാക്കന്മാര് കാലാകാലം വരുമെന്നും ആ കാലങ്ങളിൽ ഫറോവമാര് ലോകാവസാനം വരെ വരുമെന്നും ഇവിടെ ഉണ്ടാകേണ്ടത് മൂസമാരും ഇബ്രാഹിമുമാരുമാണ് എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ട് മൂസയെ പോലെ അല്ലെങ്കിൽ മൂസയുടെ ഉമ്മയെ പോലെ എന്റെ ജീവിതത്തിൽ ആ അർത്ഥത്തിലുള്ള ഈമാൻ കടന്നു വരാത്തത് എന്ന് ഖത്തമുകൾ തീർക്കുന്ന നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഖുർആൻ ക്ലാസ്സിന് മുടങ്ങാതെ പോകുന്ന എനിക്ക് എന്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ചില ആയത്തെങ്കിലും ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് എന്റെ ജീവിതത്തിൽ അതുണ്ട് എന്ന് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ പറ്റുന്നില്ല എന്ന് മുഹറം 10-നും 9-നും ഒക്കെ നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ആലോചിക്കേണ്ട സംഗതിയാണ്. എത്ര നാളായി നമ്മൾ മൂസയുടെ ചരിത്രം വായിക്കുന്നു, എത്ര നാളായി നമ്മുടെ മൂസയുടെ ചരിത്രങ്ങളെ കുറിച്ചിട്ട് പ്രസംഗിക്കുന്നു, എത്ര നാളുകളായി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ വിപ്ലവത്തെ കുറിച്ചിട്ട് വാചാലമായി കൊണ്ടിരിക്കുന്നു. അത് ഖുർആനിലുണ്ടെന്നും അത് കാലികമാണെന്നും അത് കാലിക പ്രസക്തമാണ് എന്ന് പ്രഭാഷണങ്ങളിലൂടെ എത്ര നാളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മൂസമാര് ജന്മം കൊള്ളേണ്ട, മൂസമാര് ജീവിച്ചിരിക്കേണ്ട വലിയ പ്രതിസന്ധി നിറഞ്ഞ ഒരു സാമൂഹികാവസ്ഥയിലാണ് നമ്മൾ നിലകൊണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് ഈ രണ്ടിനെയും നമ്മൾ ബന്ധപ്പെടുത്തിയിട്ട് വേണം ആലോചിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹിജ്റയും, രണ്ടുപേർക്കും ഹിജ്റ ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേരും സത്യത്തിനു വേണ്ടി യാത്ര ചെയ്ത ആളുകളാണ്, രണ്ടുപേരും സത്യത്തിനു വേണ്ടി നിലകൊണ്ട ആളുകളാണ്. ഇവിടെ പീഡനങ്ങളും അക്രമങ്ങളും യാതനകളും അനുഭവിക്കുന്ന സമൂഹത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന ആളുകളാണ്. നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ, അധ്യക്ഷ ഭാഷണത്തിൽ കുറച്ച് ആളുകളൊക്കെ മുന്നോട്ട് എത്തിയിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് പരിശുദ്ധ ഖുർആനില് ഒരായത്തുണ്ട്, സൂറ കഹ്ഫില് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചിട്ട് പറയുന്ന ആയത്താണ്. ആയത്ത് പിന്നെ ഇഖാമു, ആയത്തിന് ഓർമ്മയില്ല, പിന്നെ എന്ന് പറഞ്ഞാല് നമ്മൾ എന്തുകൊണ്ട്, ഞാൻ വെറുതെ കൗതുകപരമായിട്ട് ആലോചിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ആലോചിച്ചത് കൊണ്ട് ഞാൻ പറയാണ്, എന്തുകൊണ്ട് ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് ഞാൻ മുന്നോട്ട് വരണം എന്ന് വളരെ പ്രസക്തമായ ചോദ്യമാണ്. പ്രസിഡന്റ് എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇരുത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. ഇരിക്കുക എന്നുള്ളത് ആ കൽപ്പന നമുക്ക് വന്നതുകൊണ്ട് അനുസരിക്കാനുള്ള 100% ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് ഇരിക്കാതിരിക്കാതെ നിർവാഹമില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇരുന്നവരും ഇരിക്കാതിരുന്നവരും ഉണ്ടല്ലോ. അപ്പൊ ഇരുന്നവർക്കുള്ള ക്വാളിറ്റി എന്താണ്, ഇരിക്കാതിരുന്നവർക്കുള്ള ക്വാളിറ്റി എന്താണ്? ആ ഒരു പിന്നെന്താ പറയാ, ജഡ്ജ്മെന്റ് ഒന്നുമല്ല, ജസ്റ്റ് റഫായിട്ട് ഇങ്ങനെ പറയാണ്. ഇരിക്കാൻ മനസ്സ് കാണിച്ചവരുടെ ക്വാളിറ്റി എന്താന്ന് പറഞ്ഞാല് അവര് സധൈര്യം, ഇതിന് ധൈര്യം വേണം, നമുക്കറിയാലോ, പിറകിലിരിക്കുന്ന ഒരാൾക്ക് മുന്നിലേക്ക് വരണമെങ്കിൽ കുറച്ച് ധൈര്യം വേണം. ആ ധൈര്യത്തോടു കൂടി എഴുന്നേൽക്കുകയും മുന്നിൽ വന്നിരിക്കുകയും ചെയ്തു. ഇരിക്കാതിരുന്നവര് ധൈര്യം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കാത്തിരുന്നു. സൂറ കഹ്ഫില് അസ്ഹാബുൽ കഹ്ഫിലെ യുവാക്കളെ കുറിച്ചിട്ട് പറഞ്ഞത്, പിന്നെ ആയത്ത് കിട്ടിയാലേ കംപ്ലീറ്റ് ആവുള്ളൂ. ഞാൻ അള്ളാഹു അവർക്ക് ധൈര്യം, അവരെ അവർ എഴുന്നേറ്റ് നിന്നപ്പോ അള്ളാഹു അവർക്ക് ധൈര്യം കൊടുത്തു എന്നാണ്. എന്ന് പറഞ്ഞാല് വലിയൊരു സ്വേച്ഛാധിപതിയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആദർശത്തെ തീർത്തും വിശ്വസിക്കാത്ത, അതിനെ നിരാകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജാവ് ചെറുപ്പക്കാരെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരു നാട്ടിൽ നിന്ന് വിസമ്മതിക്കുമ്പോൾ ആ നാട്ടിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യം ഉണ്ടാകേണ്ടത് എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ധൈര്യമായിരുന്നു എന്ന് സൂറ കഹ്ഫിന്റെ 1-ാമത്തെ പേജിൽ പറയാൻ. എങ്ങാനും അവർ എഴുന്നേറ്റ് നിന്നിരുന്നെങ്കിൽ അവർക്ക് ഞാൻ ധൈര്യം കൊടുക്കും എന്ന് അള്ളാഹു അതിന് ശേഷം പറയാണ്. അപ്പൊ ധൈര്യം കിട്ടിയിട്ടല്ല എഴുന്നേൽക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ ഉമ്മത്തിന് എഴുന്നേറ്റ് നിൽക്കേണ്ട ഒരു സമയമാണ്. പിറകിൽ നിൽക്കുന്ന മുസ്ലിം ഉമ്മത്ത് എഴുന്നേറ്റ് സധൈര്യത്തോടു കൂടി മുന്നിൽ വന്നിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കുറെ നാൾ നമ്മൾ പ്രസംഗിച്ചത് ആസാമിലും ബീഹാറിലും കുറിച്ചിട്ടാണ്, രാജസ്ഥാനിനെ കുറിച്ചിട്ടാണ്, യു പിയെ കുറിച്ചിട്ടാണ്, യു പിയിലെ ഭരണത്തിനെ കുറിച്ചിട്ടാണ്, യു പിയിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ അഡ്രസ് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും നാളും പ്രസംഗിച്ചതെങ്കിൽ ഇന്ന് നമ്മുടെ കേരളത്തിലും നമ്മുടെ അടുക്കളയിലും നമ്മുടെ ബെഡ്റൂമിലും നമ്മുടെ വീട്ടുമുറ്റത്തും നമ്മുടെ സ്ക്രോളിംഗ് സ്ക്രീനിലും എല്ലാ അർത്ഥത്തിലും ഈ പറയുന്ന പ്രതിസന്ധികളുടെ സാന്നിധ്യം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രതിസന്ധികൾ പല കോലത്തിൽ, ലിബറൽ കാഴ്ചപ്പാടിന്റെ പ്രതിസന്ധികളിൽ പുതിയൊരു തലമുറ ഇങ്ങനെ അതിൽ അഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ശക്തിയുള്ള ഒരു ഉമ്മത്ത് അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് രാഷ്ട്രീയപരമായി ഇവിടുത്തെ സ്വേച്ഛാധിപതിയായ ഭരണ സംവിധാനം, നേരത്തെ ഖുർആൻ സൂറ ഖസസിൽ പറഞ്ഞതുപോലെ ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹ ശിയാ എന്നൊക്കെ പറഞ്ഞതുപോലെ ആളുകളെ തമ്മിൽ തല്ലിപ്പിച്ച്, ആളുകളെ തമ്മിൽ ഭിന്നിപ്പിച്ച് എന്താണോ അവരുടെ അജണ്ടകൾ, 500 വർഷങ്ങളായിട്ട് ഇന്ത്യ രാജ്യത്ത് സംഭവിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് 500 വർഷങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന
ഫാഷിസ്റ്റ് ഐഡിയോളജിയെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിന് പല അർത്ഥത്തിലുള്ള പേരുകൾ ഇട്ടിട്ട് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹിജ്റയും നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നേരത്തെ പറഞ്ഞല്ലോ, വൈദ്യംകുറുബിക്കല്ലദീന കഫറു ലിയുസ്ബിതൂക. ഒന്നുകിൽ ഈ പറയുന്ന ഗവൺമെന്റ് അവരുടെ മൂന്ന് ഓപ്ഷൻസുകൾ അവർ മുന്നിൽ വെക്കും. ഒന്നാമത്തെ ഓപ്ഷൻ ലിയുസ്ബിതു, നിങ്ങളെ കാരാഗ്രഹങ്ങളിൽ പേടിപ്പിക്കുക എന്നുള്ളതാണ്, ജയിലറകളിൽ ഇടുക എന്നുള്ളതാണ്. വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. 2014 വരെയുള്ള ഇവിടുത്തെ മനുഷ്യാവകാശ കമ്മിറ്റികളുടെ ഒരു കണക്ക് സെൻസസ് പരിശോധിച്ചു നോക്കിയാലും 0.93% ആണ് മുസ്ലിം സമൂഹം ഈ രാജ്യത്ത്, മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ മുസ്ലിം നാമധാരികൾ ഇന്ത്യ രാജ്യത്ത് നടത്തിയ ഭീകരാക്രമണങ്ങളുടെ കണക്ക് 2014 വരെയുള്ള കണക്കാണ്. അതേസമയം ബാക്കി പെർസെന്റേജുകളൊക്കെ പിന്നെ ഇവിടെ അതിൽ ലെഫ്റ്റ് വിങ് ടെററിസം ഉണ്ട്, അതർ എന്ന് പറഞ്ഞുകൊണ്ട് നക്സലിസ്റ്റുകൾ അടക്കമുള്ള ഇവിടുത്തെ ന്യൂനപക്ഷ തീവ്രവാദികളുണ്ട്, ഇവിടുത്തെ ക്രിസ്തീയ തീവ്രവാദികളുണ്ട്. ഇങ്ങനെ എല്ലാ കണക്കുകളും കഴിഞ്ഞ് അവസാനം വരുന്നൊരു 0.93% എന്ന് പറയുന്ന ഒരു കണക്ക് മുസ്ലിം നാമധാരികളായ ആളുകൾ 2014 വരെ ഇന്ത്യ രാജ്യത്ത് നടത്തിയ ഭീകരാക്രമണ കണക്കാണ്. അത് അവിടെ വെച്ചിട്ട് നമ്മളൊന്ന് മീഡിയയിലേക്ക് വന്നാൽ, സ്ക്രീനിലേക്ക് വന്നാൽ, യൂട്യൂബിലേക്കും ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ചാനലുകളിലേക്കും നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് പോയാൽ ഒരു ദിവസം പോലും ഇസ്ലാമോഫോബി പറയാത്തൊരു ചാനൽ നമുക്ക് കാണാൻ പറ്റില്ല. ഒരു പരിപാടിയിൽ പോലും ഇസ്ലാമോഫോബി ഇല്ലാത്ത ഒരു ചാനലോ ഒരു പ്രോഗ്രാമോ ഒരു ഇവന്റോ ഇന്ത്യ രാജ്യത്തിലെ പ്രമുഖ ചാനലുകളെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല. അതേസമയം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നേരത്തെ നമ്മൾ സൂറ ഖസസിൽ പറഞ്ഞതുപോലെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ 3 സംഗതികളും ചെയ്യാൻ വളരെ സാധ്യതയുണ്ട്. അതിന്റെ കൂടെ ഒരു ആഡ് ഓൺ എന്നുള്ള അർത്ഥത്തിൽ ഒരു സാധനം കൂടി വരും. അത് എന്നാണ്. അവര് നിങ്ങളെ ജയിലിൽ അടക്കാൻ വേണ്ടി തീരുമാനിക്കും. അതിന് UAPA എന്ന് പറയുന്ന നിയമത്തെ ചിലപ്പോൾ അതിന് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള കരിനിയമങ്ങൾ രാജ്യത്തിന്റെ ഭാഗമായി, രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി, രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി കരിനിയമങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആ കരിനിയമങ്ങൾക്ക് സാക്ഷികളായി 100 കണക്കിന് ചെറുപ്പക്കാരെടുത്ത് ഇന്ത്യയിലെ രാജ്യങ്ങൾ വ്യത്യസ്ത ജയിലുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ വലിയ തൂക്ക എന്ന് പറഞ്ഞില്ലേ, വലിയ തൂക്ക, അല്ലെങ്കിൽ നിങ്ങളെ നാട് കടത്താൻ വേണ്ടി ശ്രമിക്കും. കഴിഞ്ഞ 3-4 വർഷങ്ങളായി NRC-CA എന്ന് പറയുന്ന ആക്ടിനെ കുറിച്ചിട്ട് നമ്മൾ വായിച്ചാൽ ഈ ആയത്ത് തന്നെയാണ് അതിൽ പറയുന്നത്. നിങ്ങളെ നാട് കടത്തുക എന്നുള്ളത് അത് നേർക്കുനേരെ പറയാതെ ഒരു ആക്ടിന്റെ രൂപത്തിലോ ഒരു ലോയുടെ രൂപത്തിലോ അതല്ലെങ്കിൽ അതിന് കുറച്ചും കൂടി ഭംഗി ചേർത്തിട്ടുള്ള പേരുകളൊക്കെ വെച്ചിട്ട് വളരെ രാജ്യത്തിന്റെ ആവശ്യകതയായിട്ട് ചിത്രീകരിക്കുകയും അതേസമയം മുസ്ലിം ഉന്മൂലനം അതിന്റെ സൈഡിലൂടെ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അവയൊത്തുലു കൊന്നുകളയാന്നുള്ളതാണ്. എത്ര വംശഹത്യകളാണ്, എത്ര കൊലപാതകങ്ങളാണ് ഈ രാജ്യത്ത് 2014 മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചു നോക്കിയാൽ എന്തൊക്കെ സംഭവങ്ങളാണ്. ആ സമയത്താണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് നജീബ് അഹമ്മദിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അവസാനം CBI ആ അന്വേഷണത്തിന് നിർത്താൻ 6, 7, 8, 9 വർഷം ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് പോലും അറിയാതെ ജയിലിൽ കിടക്കുന്ന ഒട്ടനവധി സഹോദരന്മാർ. അത് കേരളത്തിൽ പോലും എത്ര പേരുണ്ട്? കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 3 വർഷം മുമ്പുള്ള ഒരു കണക്കനുസരിച്ച് നോക്കിയാൽ 100-ലധികം ചെറുപ്പക്കാർ നിരപരാധികളായിട്ട് ഇന്ത്യയിലെ പല ജയിലുകളിൽ കഴിയുന്നുണ്ട്. അതിലേതെങ്കിലും സംഘടനയുടെ ഭാഗമായതുകൊണ്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യാശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ചിലതൊക്കെ ഹെഡ്ലൈൻസിൽ വരുന്നു എന്ന് മാത്രം. ആരും കാണാതെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതിന്റെ പേരിൽ ഒട്ടനവധി ആളുകൾ ജയിലറകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സക്കരിയ അടക്കം, അൻസാർ നദ്വി അടക്കം, യഹിയ, അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിലെ ഷാദുലിയും ഷിബിലിയും അടക്കം എത്ര ചെറുപ്പക്കാരാണ് പ്രിയപ്പെട്ടവര്. 2 വർഷം മുമ്പ് സക്കരിയയുടെ ഉമ്മയെ നേരിട്ട് പോയി കണ്ട് സംസാരിക്കുന്ന സമയത്ത് സക്കരിയയുടെ ഉമ്മ, നമ്മൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയെ കുറിച്ചിട്ടൊക്കെ മുഹറത്തിൽ സംസാരിക്കുമ്പോൾ ഇതുപോലെയുള്ള ചില ഉമ്മമാരെ കുറിച്ചിട്ടും സംസാരിക്കേണ്ടതുണ്ട്. സക്കരിയയുടെ ഉമ്മ വളരെ ആത്മാർത്ഥതയിൽ പറയാണ്, ഞാന് കുറച്ച് ദിവസങ്ങളായി ശാരീരികമായി ഭയങ്കര പ്രയാസം അനുഭവിക്കുകയാണ്. ഞാൻ നടക്കുന്ന ആളായിരുന്നു, ഇരിക്കുന്ന ആളായിരുന്നു, പുറത്തു പോകുന്ന ആളായിരുന്നു, സക്കരിയയുടെ കേസുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പോലും പങ്കെടുത്ത ആളായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത്. എന്റെ ശരീരം വ്രണങ്ങൾ വരാൻ തുടങ്ങി, എന്റെ ശരീരം പൊട്ടാൻ തുടങ്ങി. ഞാൻ ഈ ദുനിയാവിൽ നിന്നും അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്തിന് മുമ്പ് സക്കരിയ എന്റെ വീട്ടിലേക്ക് വന്നിരിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ആ ദിവസവും കാത്തിട്ട് ഞാൻ ദിവസവും ഇരിക്കുകയാണ്. എല്ലാ മഗ്‌രിബിനും, എല്ലാ ഇശായിനും, എല്ലാ ഫജ്റിനും സക്കരിയ മോചിതനായോ എന്ന് ആലോചിച്ച് ആ വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ എത്ര ചെറുപ്പക്കാർ. അഹമ്മദാബാദിലും
എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന രണ്ട് ട്വിൻസ്, ഒരു ഉമ്മാന്റെ രണ്ട് മക്കളാണ്. 2007 തോന്നുന്നുണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അവര് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നു പോകുന്ന വഴിയില് ഗുജറാത്ത് പോലീസ് മുന്നിൽ വന്നു. ഗുജറാത്ത് പോലീസ് മുന്നിൽ വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കുറച്ചു നേരത്തേക്ക് ഇവിടെ അടുത്തുള്ള ഒരു ലോക്കൽ സ്റ്റേഷനിൽ വരണമെന്ന് പറയുന്നത്. അഹമ്മദാബാദിലുള്ളത് ഗുജറാത്ത് പോലീസാണ് വന്നത്, കൊണ്ടുപോയത് ലോക്കൽ സ്റ്റേഷനിലാണ്. അങ്ങനെ ഒന്നും അറിയാത്ത രണ്ട് ചെറുപ്പക്കാർ. ആ ചെറുപ്പക്കാർക്ക് പിന്നെ എന്താണ് അവർ ചെയ്ത തെറ്റ്? സൂറ ബുറൂജിൽ പറയുന്നുണ്ട്, വമാ നഖമൂ മിൻഹും ഇല്ലാ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. ഈ ലോകത്ത് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സമൂഹം അല്ലെങ്കിൽ ന്യൂനപക്ഷ സമൂഹം, അവര് ഭരണകൂടത്തിന്റെ പീഡനങ്ങൾക്ക് ഇരയാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും അവര് ചെയ്ത തെറ്റ് ഇത് മാത്രമാണ്. വമാ നഖമൂ മിൻഹും ഇല്ലാ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അസീസുൽ ഹമീദായ അള്ളാഹുവിനെ വിശ്വസിച്ചു എന്ന തെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. ഈ പറഞ്ഞ രണ്ട് ട്വിൻസായ സഹോദരന്മാർ ഒരു സംഘടനയിലും വർക്ക് ചെയ്യുന്ന ആളുകളല്ല. അതേസമയം അവർക്ക് കുറച്ച് താടിയുണ്ട്, നിസ്കാരത്തയമുണ്ട്, അത്യാവശ്യം നീട്ടി വളർത്തിയ മുടിയുണ്ട്, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു മുസ്ലിം എങ്ങനെയാണോ നമ്മൾ ചിത്രീകരിക്കുക ആ ഒരു കോലത്തിലാണ് അവരുള്ളത്. ഈ രണ്ടുപേരെയും ജയിലിൽ പിന്നെ പോലീസ് കൊണ്ടുപോയിട്ട് പിന്നീട് അവര് വെളിച്ചം കാണുന്നത്, സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ആസ്വദിക്കുന്നത് 14 വർഷത്തിന് ശേഷം. 14 വർഷം, കുറച്ചു നേരത്തേക്ക് സ്റ്റേഷനിൽ പോയ രണ്ട് കുട്ടികൾ 14 വർഷത്തിന് ശേഷം വീട്ടിലേക്ക് വരുമ്പോൾ ബാപ്പ മരണപ്പെട്ടിട്ടുണ്ട്, ഉമ്മ വാർദ്ധക്യാവസ്ഥയിൽ കഴിയാണ്, ഏട്ടന്റെ ഭാര്യ മരണപ്പെട്ടിട്ടുണ്ട്, അവർക്ക് കല്യാണത്തിന് ശേഷം 2 മക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കുടുംബത്തിന്റെ മുഴുവൻ സ്റ്റാറ്റസ് അടക്കം മാറിയ രീതിയിലാണ് അവർ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്. അതേപോലെ ഇത് വളരെ ഒന്നും വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആളുകളെ കുറിച്ചിട്ട് മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മുസ്ലിങ്ങളെ മാത്രമല്ല, ഈ ഇസ്ലാമോഫോബിയയുടെ എഫക്റ്റ് രാജ്യത്ത് എത്ര മാത്രം ഉണ്ട് എന്ന് ചോദിച്ചാൽ, പിന്നെ ഈ ദലിത് ആക്ടിവിസ്റ്റായ NCHRO എന്ന് പറയുന്ന ഇപ്പൊ നിരോധിച്ച ഒരു സംഘടനയുടെ ഒരു നാഷണൽ ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. തിരുവനന്തപുരം പിന്നെ ബേസ് ചെയ്തുകൊണ്ട് ദലിത് വിഷയങ്ങളൊക്കെ വളരെ ആക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അയാൾ ഡൽഹിയിൽ അവരുടെ NCHROയുടെ ഓഫീസിൽ നിന്ന് പിന്നെ സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഡൽഹി പോലീസ് വന്നിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ആ ചോദ്യങ്ങളൊക്കെ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ അഭിമുഖത്തൊക്കെ പറയുന്നുണ്ട്, പല മാസികകളിലൊക്കെ അത് പിന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ അടുത്ത് അത്ര മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത് നീ ഡൽഹിയിലെ ഇസ്ലാമിക് സെന്ററിൽ നിന്ന് വരുന്നതല്ലേ എന്ന് ചോദിച്ചിട്ടാണ്. അദ്ദേഹം എത്ര അല്ല എന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല, അദ്ദേഹം മുസ്ലിമും അല്ല. അപ്പൊ പിന്നെ സംശയിക്കാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ, അദ്ദേഹം അന്ന് ധരിച്ച വസ്ത്രം ചെറിയ നീളമുള്ള ഒരു കുർത്തയും കുറച്ച് നീളമുള്ള മുടിയും കുറച്ച് താടിയുള്ള ഒരാളായിരുന്നു. അപ്പൊ കണ്ടപ്പം ഒരു മുസ്ലിമാണ് എന്നുള്ളതും ഇസ്ലാമിക് സെന്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളാണെന്ന് വിചാരിച്ചിട്ടാണ് മണിക്കൂറുകളോളം അദ്ദേഹം പോലും അനുഭവിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇസ്ലാമോഫോബിയ രാജ്യത്ത് പിന്നെ പടർന്നുകൊണ്ടിരിക്കുന്നതിന്റെ അപകടത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വൈദ്യംകുറുബിക്കല്ലദീന കഫറു ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക, ഈ മൂന്നും അന്ന് അബൂജഹലും സംഘവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാനും ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ഭൂമിയിൽ ഇല്ലാതിരിക്കുക ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് 3 ഓപ്ഷൻസ് വെച്ചിട്ട് അവരുണ്ടാക്കിയ പൊളിറ്റിക്കൽ അജണ്ട ഇന്നും പൊളിറ്റിക്കലി പൂട്ടിയിട്ട മുറിയിലും തുറന്നിട്ട മുറിയിലും, പൂട്ടിയിട്ട മീഡിയകളിലും തുറന്നിട്ട മീഡിയകളിലും, ലൈസൻസ് ഉള്ള മീഡിയകളും ലൈസൻസ് ഇല്ലാത്ത മീഡിയകളും ഓൺലൈൻ മീഡിയകളൊക്കെ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഹിജറ ചെയ്യാൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും അബൂബക്കർ സിദ്ദീഖും ആസിയ ബീവിയും അതേപോലെ പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹയെ പോലെയൊക്കെ ഉള്ള സ്വഹാബി വനിതകളും സ്വഹാബ കിറാമുകളൊക്കെ എങ്ങനെയാണോ അതിനെ ഡിഫെൻഡ് ചെയ്തത്, ആ ഈമാൻ കൊണ്ട് മാത്രമേ എക്കാലത്തും ഖിയാമത്ത് നാൾ വരെ വരുന്ന ഈ സമൂഹത്തിൽ ഈ അർത്ഥത്തിലുള്ള എല്ലാ ഒബ്ജക്റ്റുകളെയും, ഈ അർത്ഥത്തിലുള്ള എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും നമുക്കും ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് എല്ലാ മുഹറമും പോലെ ഈ മുഹറമും നമുക്ക് നൽകുന്നത്. അത് കേവലം വർത്തമാനത്തിലും കേവലം ചർച്ചകളിലും മാത്രം ഒതുങ്ങാതെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ അദ്ദേഹത്തിന് കൊടുത്ത ഒരു തർബിയത്ത് അത് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ ആലോചിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിലിനെ വളർത്തിയ പോലെ എനിക്ക് എൻ്റെ മോനെ, എൻ്റെ മോളെ വളർത്താൻ പറ്റുന്നുണ്ടോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി ശീലിപ്പിക്കുന്ന സമയത്ത് തന്നെ ആരുടെ മുന്നിലാണ് നിസ്കരിക്കുന്നതെന്നും നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്താണ് കിട്ടേണ്ടതെന്നും പ്രതിഫലം മാത്രമല്ല നിസ്കാരത്തിന്റെ ലക്ഷ്യമെന്നും നിസ്കാരത്തിന് ശേഷം നിനക്കൊരു അനുഭൂതി ഉണ്ടാകണമെന്നും സുജൂദ് എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മൊമെന്റ് ആണെന്നും റുക്കോയിൽ നിന്റെ പടച്ചവനോട് പറയേണ്ടതൊക്കെ പറയാമെന്നും ഓരോ സമയത്തും പടച്ചവനോട് അടുക്കേണ്ടതിന്റെ ആവശ്യകതയും ഒക്കെ വളരെ ലൈവായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ചെറിയ വിരലണക്കിയാൽ
അതിന്റെ വിരലണക്കുന്നതിന്റെ സെക്കൻഡുകളെ കുറിച്ചും ആ വിരലണക്കുന്നതിന്റെ ബയോളജിക്കൽ പ്രോസസ്സുകളെ കുറിച്ചിട്ടൊക്കെ പറയാൻ മാത്രം എഡ്യൂക്കേറ്റഡ് ആണ് ചെറുപ്പം മുതലേ അവര്. കാരണം അവര് വളരുന്ന ഒരു സ്ക്രീൻ ലോകത്ത് വളരുന്ന സമയത്ത് അവര് ചെറിയൊരു കാര്യം കിട്ടിയാൽ അതിന് ഡെപ്തിൽ മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊള്ളേണ്ടത് പോലെ ഉൾക്കൊള്ളാനും അവരുടെ മനസ്സ് തയ്യാറാണ്. നമ്മൾ അത് ഇട്ടുകൊടുക്കേണ്ടത് പോലെ ഇട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവരതിനെ ആക്സെപ്റ്റ് ചെയ്യാനും വലിയ റവല്യൂഷന് അവർ ലീഡ് ചെയ്യാനൊക്കെ ഉള്ള കപ്പാസിറ്റി പുതിയ ജനറേഷനിലെ കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളതും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒക്കെ ആ അർത്ഥത്തിലുള്ള പാരന്റിങ്ങിലൂടെ ഇത് നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളുടെ ജീവിതവും ആ അർത്ഥത്തിൽ ഓരോ ദിവസവും സ്കെയില് വെച്ച് അളക്കുമ്പം എൻ്റെ ജീവിതം എത്രമാത്രം പെർഫെക്റ്റ് ആകുന്നുണ്ടെന്നുള്ളതും എൻ്റെ ഈമാൻ എത്രമാത്രം ഓരോ ദിവസവും ഉയർന്നുണ്ടെന്നുള്ളതും ഞാനും എൻ്റെ കുടുംബവും മാത്രമല്ല എൻ്റെ ചുറ്റും വേദന അനുഭവിക്കുന്ന, കണ്ണെതിരെ അനുഭവിക്കുന്ന, രോഗങ്ങൾ അനുഭവിക്കുന്ന, ഇതുപോലെ ജയിലറകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, ഫലസ്തീനിലും ഗസയിലേക്കൊക്കെ പോകുമ്പോൾ മിസൈലുകൾക്ക് സാക്ഷികളായിക്കൊണ്ടിരിക്കുന്ന, ഒരു ദിവസം പോലും ബോംബിന്റെയും മിസൈലിന്റെയും ശബ്ദമില്ലാത്ത ഇന്ന് രാവിലെ പോലും പുതിയൊരു മിസൈൽ വീണ്ടും അവിടെ അപകടങ്ങൾ ഉണ്ടായി ഒരുപാട് ആളുകൾ മരണപ്പെടുകയാണ്. ഇങ്ങനെ മണിക്കൂറുകളിൽ ആളുകൾ മരിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്തൊക്കെ അവരെ ഓർക്കുവാനും അവർ തരുന്ന സന്ദേശങ്ങളെ ഈ അർത്ഥത്തിൽ മുഹറമും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഫറോവയുടെ ഒക്കെ ചരിത്രം കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ അർത്ഥത്തിൽ അതിനൊക്കെ ബന്ധിപ്പിച്ച് എൻ്റെ ജീവിതവുമായി അതിനൊക്കെ കണക്ട് ചെയ്യാൻ ശ്രമിക്കണമെന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാത്തിലും ഉപരി എന്നെ നിരന്തരം ഞാൻ നിൽക്കുന്ന സ്ട്രെയിറ്റ് പാത്തിൽ ഉറച്ചു നിൽക്കാൻ പ്രാപ്തിയുള്ള ഏറ്റവും വലിയ കണ്ടന്റ് എൻ്റെ പരിശുദ്ധ ഖുർആനാണ്. അതെൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട്. അത് മുഹറത്തിൽ മാത്രമല്ല, ദുൽഹജ്ജിൽ മാത്രമല്ല, റമദാനിന് മാത്രമല്ല, റബീഉൽ അവ്വലിന് മാത്രമല്ല, എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എന്നെ റിമൈൻഡ് ചെയ്യാൻ, എന്നെ കൈപിടിച്ച് നടത്താൻ, എന്നെ ഗൈഡ് ചെയ്യാൻ ഈ ഖുർആൻ മാത്രം മതി എനിക്ക് എന്ന് ഉറച്ചു വിശ്വസിക്കേണ്ട. ആ ഖുർആൻ വായിക്കുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മനഃപൂർവ്വം നിർത്തി ചിന്തിച്ചിട്ട് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കണം. അങ്ങനെ ഖുർആൻ ഓതാനും വായിക്കാനും വായനയും പഠനവും അതിൻ്റെയും ഒരു ഖുർആൻ ആസ്വദിക്കാനും നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിച്ചിരിക്കുന്ന നോമ്പിനെ പരിപൂർണമായും സ്വീകരിക്കുമാറാവട്ടെ. എന്താണോ ഈ നോമ്പ് കൊണ്ട് നമുക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, ആ അർത്ഥത്തിൽ ഈമാനും തഖ്വയും ഈ നോമ്പിന്റെ ചരിത്രത്തിന്റെ പാഠവും ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും നല്ല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഒരുമിച്ച് കൂടെ പരിപൂർണമായും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ ഇരുന്ന ഓരോ സമയത്തും മഗ്ഫിറത്തിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നോമ്പുകാരായ നമുക്ക് പ്രത്യേകിച്ചും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെടുന്ന മജ്ലിസിലിരിക്കുന്ന ആളുകൾക്ക് നിരന്തരം മലക്കുകൾ അള്ളാഹു അവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം അള്ളാഹു അർത്ഥത്തിലുള്ള ഒരു സദസ്സായി ഈ സദസ്സിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നല്ലൊരു ഉമ്മത്തായി അള്ളാഹു വളരാൻ നമുക്ക് ഏവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ, പീഡനങ്ങൾ, വംശഹത്യകൾ അള്ളാഹു എല്ലാം മാറ്റി സമാധാന അന്തരീക്ഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്കൊക്കെ അള്ളാഹു ഈമാനും സബറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യത്തിനും അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രാജ്യത്തിന്റെ ഭാവി, രാജ്യത്തിന്റെ നാളെ ഏറ്റവും സന്തോഷമുള്ള, എല്ലാവർക്കും സമാധാനമുള്ള, സമത്വവും നീതിയുമുള്ള ഒരു നാടായി അള്ളാഹു നമ്മുടെ നാടിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين برحمتك يا ارحم الراحمين والحمد لله رب العالمين والسلام عليكم ورحمة الله. جزاك الله.